അപ്പൊ നമ്മുടെ LSS എക്സാം ഇതാ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ എഴുതാൻ പറ്റി എന്ന് മിസ്സിന് മനസ്സിലായി. കാരണം കുറെ മക്കൾ മിസ്സിനോട് പറഞ്ഞു, മിസ്സേ നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ LSSന് ചോദിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ എഴുതാൻ പറ്റി എന്നൊക്കെ. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കുറഞ്ഞ സമയത്തിന് മുമ്പ്, അതായത് അല്പനേരം മുമ്പ് കഴിഞ്ഞ നമ്മുടെ LSS എക്സാമിന്റെ ആൻസർ കീ ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്കറിയാം 2 പേപ്പർ ആയിട്ടായിരുന്നു ഇത്തവണത്തെ എക്സാം നടന്നത്. അതിൽ പേപ്പർ 1 മലയാളം ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, GK ഉണ്ടായിരുന്നു. പേപ്പർ 2 EVS ഉണ്ടായിരുന്നു, മാത്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കിയിട്ട് അതിന്റെ ഉത്തരങ്ങൾ നമുക്കൊന്ന് വേഗം ഒന്ന് കണ്ടുപിടിക്കണം. ആദ്യം തന്നെ നമുക്ക് മലയാളം എടുക്കാം. മലയാളത്തിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കുറച്ച് കവിതയുടെ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ വരികൾ ആരുടേതാണ്, അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ആൻസർ എന്തായിരുന്നു മക്കളെ? ഒളപ്പമണ്ണ. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ 2 വരി തന്നിട്ടുണ്ട്. അതിൽ മാൾക്കുക എന്ന വാക്കിന്റെ അർത്ഥം എന്ത്, അതായിരുന്നു നമ്മുടെ ചോദ്യം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദുഃഖിക്കുക അല്ലെങ്കിൽ വിഷമിക്കുക. ഇതിൽ ഏതെഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 4ാം ക്ലാസ്സിലെ പാഠഭാഗവും അത് ഉൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ് താഴെ ജോഡിയായിട്ട് തന്നിട്ടുള്ളത്. ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതാണ് നമ്മളോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്? സ്നേഹം താൻ ശക്തി. ഇത് ഈ ഒരു ഭാഗമാണ് നമുക്ക് പൂരിപ്പിക്കേണ്ടത്. ആരുടേതായിരുന്നു ഇത്? നിത്യ ചൈതന്യയതി. ഓക്കെ, അദ്ദേഹത്തിന് പരിചയമുണ്ട് എന്ന് മിസ്സിന് അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. ഇനി അടുത്തത് കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ് ഉറപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്ത്? ആൻസർ എന്താണ്? നുകമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 5ാമത്തെ ചോദ്യം ഇതാണ്. പച്ച പ്ലസ് പുൽമേട്, അത് ചേർത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം എന്താണ്? പച്ച പുൽമേട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, അതായത് ഈ ഒരു ഭാഗത്തെ 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഓപ്ഷൻസ് ഭൗതികം, ഭൗമം, ഭാസുരം, അഭൗമം. ഉത്തരം എന്താണ് മക്കളെ? ഭൗമമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചേട്ടാ പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിന്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ടെന്ന പോലെ ആ കിളി ഈണത്തിൽ ഒരു പാട്ട് പാടി. അടിവരയിട്ട വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നം ഏതാണ്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഇതാ മിസ് ഇവിടെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുഴക്കിയാണ് വള്ളം കളിയിൽ ഒന്നാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. അതിരില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം ഏതാണ്? 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? അപാരം. ഓക്കെ, ഇനി അടുത്തത് ശരിയായി എഴുതിയ പദമേത്? നിങ്ങൾക്ക് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ 1 മാത്രമാണ് ശരിയായിട്ട് എഴുതിയത്. ആൻസർ ഏതാണ്? പ്രതിധ്വനി. ഓക്കെ, ഇനി ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏതാണ്? എന്തൊക്കെയാണ്? അക്ഷി, ലോചനം, നയനം. അതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക് ഏതാണ് മക്കളെ? മിഴിയാണ് അതിന്റെ കൂട്ടത്തിൽ ചേർക്കാവുന്നത്. ഇനി നമ്മൾ ഇതാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു കവിത നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ കവിത വായിച്ചിട്ട് അതിൽ നിന്നും ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഉച്ചവെയിലിന് ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അച്ഛന്റെ ചിന്ത കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം അമ്മയുടെ കണ്ണുനീരാണ് ആകാശത്തിൽ നക്ഷത്രമായി മാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വരികൾ ഇതിൽ ഏതാണ്? അന്തിക്ക് മാനത്ത് എന്ന് തുടങ്ങുന്ന ആ ഒരു വരിയാണ്. ഇനി അടുത്തത് കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്റെ മക്കള് ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊക്കെ അതിന്റെ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കവിയുടെ പേര്, കൃതിയുടെ പേര്, അതിലെ ആശയങ്ങൾ ഒക്കെ നല്ല വൃത്തിയായിട്ട് നിങ്ങളത് എഴുതണം. ഓക്കെ അല്ലേടാ? യെസ്. ഇനി അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഒരാളുടെ ജീവിത കഥ അയാൾ തന്നെ എഴുതിയാൽ അതിന് പറയുന്ന പേരെന്ത്? ഉത്തരം എന്താണ്? ആത്മകഥയാണ്. ഇനി അടുത്ത ചോദ്യം ഒരു ചെറിയ കവിത തന്നിട്ടുണ്ട്. ആ കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? ഉത്തരം എന്താണ് മക്കളെ? തോഴനാണ്. ഇനി അടുത്തത് ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതാനായിരുന്നു. അപ്പൊ ഇവിടെ എല്ലാവിധ ഹിന്റും തന്നിട്ടുണ്ട് അല്ലെ. ആരെ പറ്റിയായിരുന്നു? സുഗതകുമാരിനെ പറ്റിയായിരുന്നു. സുഗതകുമാരിയുടെ പല സവിശേഷതകളും ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സുഗതകുമാരിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതുക. ഓക്കെ, അപ്പൊ മലയാളത്തിലെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? നമുക്ക് ഇംഗ്ലീഷിലെ ചോദ്യങ്ങളിലേക്ക് പോകണം. ഇംഗ്ലീഷിലെ ചോദ്യങ്ങളും
ഇതുപോലെ തന്നെ നമുക്ക് കോൺവെർസേഷൻ എഴുതാനൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് ആൻസേഴ്സിലേക്ക് കടക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് റീഡ് ദ ഫോളോവിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. അതൊരു ചെറിയ പാസേജ് തന്നിട്ടുണ്ട്. അതിൽ ആ ഒരു കാര്യം വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സോഫ്റ്റ് വിൻഡ് ക്യാരിഡ് ദ ഫ്രാഗ്രൻസ് ഓഫ് വൈൽഡ് ഫ്ലവേഴ്സ് വിച്ച് ടേം ക്യാൻ ബി യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സോഫ്റ്റ് വിൻഡ്. അതിന്റെ ആൻസർ എന്താണ് മക്കളെ? ബ്രീസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മേക്ക് എ മീനിങ്ഫുൾ വേർഡ് യൂസിംഗ് ദ ലെറ്റേഴ്സ് ഗിവൺ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസസ്. ഷീ ലൈക്സ് ദ ഡാഷ് ഓഫ് ജാസ്മിൻ ഫ്ലവേഴ്സ്. എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? എന്താണ്? ഫ്രാഗ്രൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ എബവ് പാസേജ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നൈറ്റ് സീൻ ഇൻ ദ കിങ് ഇവാൻ സോ ത്രൂ ഇറ്റ്സ് വിൻഡോ. ഇഫ് ഇറ്റ് വാസ് ഇൻ ദ മോർണിംഗ് വാട്ട് കുഡ് ബി ദ സീൻ, ഡിസ്ക്രൈബ് ഇറ്റ്. അതായത് ഇപ്പം കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്ത് അല്ലെങ്കിൽ ഈ ഒരു പാസേജിൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് രാത്രിയാണ്. അത് പകലാണെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പൊ അതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. പകലാണെങ്കിൽ ആരായിരിക്കും? സണ്ണായിരിക്കും. അതുപോലെ തന്നെ ബേർഡ്സിന് ഗ്രീറ്റിംഗ്സ് ഒക്കെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അതൊക്കെ നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത ചോദ്യം പറയുന്നത് റീഡ് ദ ഫോളോവിംഗ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. ഓക്കെ, അവിടെ പാസേജ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതിയാൽ മതി. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ദ ചൈൽഡ് സ്റ്റെയർ ഓപ്പൺ ഐഡ് വിച്ച് ഇമോഷൻ ഓഫ് ദ ചൈൽഡ് ഇൻ ഈസ് ഇൻഡിക്കേറ്റ് ഹിയർ. അപ്പൊ 4 ഓപ്ഷൻ ഉണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് വണ്ടർ ആണ്. അതുപോലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹിസ് മൗത്ത് വാട്ടർ വൈ, എന്തുകൊണ്ടാണ്? ഹി വിഷ്ഡ് ടു ഈറ്റ് ദ സ്വീറ്റ്സ്. ഓക്കെ, ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ കറക്റ്റ് ആയിട്ടുള്ളത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഇനി അടുത്തത് ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. നമ്മുടെ ചൈൽഡും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് കീപ്പറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പൊ പാസേജ് വായിച്ചിട്ട് അതിന്റെ മലയാളം മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ബാക്കി ഒരു കോൺവെർസേഷൻ പോലെ എന്റെ മക്കൾ എഴുതണം. ഓക്കെ, ഇനി നമ്മൾ പൊതുവിജ്ഞാനത്തിലേക്ക് കടക്കുവാണ്. നമ്മളെ താരതമ്യേന വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്തവണ പൊതുവിജ്ഞാനത്തിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം കേട്ടോ. 4 കെട്ട് എന്ന നോവൽ രചിച്ച മലയാളത്തിലെ സാഹിത്യകാരൻ ആരാണ് മക്കളെ? എം.ടി. വാസുദേവൻ നായരാണ്. ഇനി അടുത്തത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിലെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം എന്താണ് മക്കളെ? വി നാരായണനാണ്. ഇനി അടുത്ത ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളതിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏതാണ്? ഉത്തരം എന്താണ്? കോഴിക്കോടാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി നമ്മൾ ആചരിക്കുന്നുണ്ട്. അത് ആരുടെ ജന്മദിനത്തിലാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി അടുത്തത് ഓമനത്തിങ്കൾക്കിടാവോ എന്ന് പറയുന്ന ആ ഒരു താരാട്ടുപാട്ട് രചിച്ചത് ആരാണ്? ഇരയിമ്മൽ തമ്പി. ഇനി അടുത്ത ചോദ്യം പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആരാണ്? ഉത്തരം എന്താണ്? ഡി ഗുഗേഷ്. ഇനി നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതും കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം ഇത് ഏതാണ് മക്കളെ? ആൻസർ കഥകളിയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 2024 അതായത് കഴിഞ്ഞ കൊല്ലം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടയ്ക്ക്, ചൂരൽമഴ എന്നീ പ്രദേശങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു? ആൻസർ എന്താണ് മക്കളെ? വയനാടാണ്. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം അരുണാചൽ പ്രദേശ് ആണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ് ഏതാന്ന് അല്ലെങ്കിൽ എന്നറിയപ്പെടുന്ന അവയവം ഏതാന്ന് ചോദിച്ചാൽ ഉത്തരം വൃക്കയാണ്. ഓക്കെ, അപ്പൊ പൊതുവിജ്ഞാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ പേപ്പർ 1 കഴിഞ്ഞു. ഇനി നമുക്ക് പേപ്പർ 2ലേക്ക് പോകണം. EVS ഉണ്ട്, അതുപോലെ മാത്സ് ഉണ്ട്. അത് നമുക്ക് EVSലെ ചോദ്യങ്ങൾ നോക്കാം. EVSലെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഒരു വേദി പറഞ്ഞിട്ടുണ്ട്. ആ വേദി ഏത് സംസ്ഥാനത്താണ്, അതിലെ നൃത്തരൂപം ഏതാണ് എന്ന് നമുക്കറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടത്തുള്ളൂ. അപ്പൊ ഒന്നാമത്തെ വേദി എന്ന് പറയുന്നത് ഏതായിരുന്നു? യെസ്, ശ്രീകണ്ഠീരവ സ്റ്റേഡിയം, ബാംഗ്ലൂരു. ഓക്കെ, അത് ഏത് സംസ്ഥാനമാണെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. അത് കർണാടകയാണ്. അവിടെയുള്ള നൃത്തരൂപം എന്ന് പറയുന്നത് യക്ഷഗാനമാണ്. ഓക്കെ, ഇനി അടുത്ത ആ ഒരു ഹിന്റ് എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം, ഗുവാഹത്തി. അത് എവിടെയായിരുന്നു? ഏത് സംസ്ഥാനം? അസാമാണ്. അതുപോലെ അവിടെയുള്ള ആ ഒരു നൃത്തരൂപമായിരുന്നു നമുക്ക് എഴുതേണ്ടത്. ബിഹു ആണ് ഇവിടെ മക്കൾ എഴുതേണ്ടത്. പിന്നീടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് മുംബൈ ഫുട്ബോൾ, അത് മഹാരാഷ്ട്രയിലാണ്. അവിടെയുള്ള നൃത്തരൂപം തമാശ എന്ന് പറയുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ ആൻസർ പൂരിപ്പിച്ചു എഴുതാം. ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനം അല്ലാത്തത് ഏതാണ്? ഉത്തരം എന്താണ്? ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇനി അടുത്തത് ചുവന്ന മലയുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്.
ഇനി അടുത്തത് പടിഞ്ഞാറേ അറ്റത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അതേതാണ്? ഗുജറാത്താണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വൈകുന്നേരം നമ്മൾ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന കുട്ടിയുടെ ഇടതു കൈഭാഗം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ വൈകുന്നേരമാണ്, വൈകുന്നേരം സൂര്യൻ ഉള്ളത് എവിടെയാണ്? പടിഞ്ഞാറാണ്. അപ്പൊ കുട്ടിയുടെ ഇടതു കൈഭാഗം എന്ന് പറയുന്നത് തെക്കു ഭാഗമാണ്. ഓക്കെ, ഇനി ചുവടെ നൽകിയിട്ടുള്ള സൂചനകൾക്കനുസരിച്ച് സ്കൂളിന്റെ രേഖാചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് നോക്കി വരച്ചാൽ മാത്രം മതി അല്ലെ. അപ്പൊ തന്നിരിക്കുന്ന ഹിന്റ് എന്ന് പറയുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കിണറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതാണ്? ഒരു റൗണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിണർ വരയ്ക്കാം. ഇനി സ്കൂൾ കെട്ടിടം നിൽക്കുന്ന പ്രദേശത്തിന്റെ വടക്കു പടിഞ്ഞാറ് മൂലയിലാണ് അടുക്കളയുള്ളത്. അപ്പൊ അടുക്കളയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അടുക്കള നമുക്ക് ഇവിടെ വരയ്ക്കാം. മുകൾ ഭാഗത്ത് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് ആൽമരം സ്ഥിതി ചെയ്യുന്നത് സ്കൂൾ കെട്ടിടത്തിന്റെ വടക്ക് കിഴക്കു ഭാഗത്താണ്. അപ്പൊ ആൽമരത്തിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആൽമരം നമുക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ഇനി കൊടിമരം സ്ഥിതി ചെയ്യുന്നത് ആൽമരത്തിന്റെ തെക്കും സ്കൂൾ കെട്ടിടത്തിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തുമായിട്ടാണ്. അപ്പൊ കൊടിമരം ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കൊടിമരവും നമുക്ക് വരയ്ക്കാം. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? വരയ്ക്കണം. ഓക്കെ അല്ലേ? യെസ്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ താഴെ പറയുന്നവയിൽ ആദ്യം നടന്ന ചരിത്ര സംഭവം ഏതാണ്? ഉത്തരം എന്താണ് മക്കളെ? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? വാർഡ് മെമ്പർ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ പെടാത്തത് ഏതാണ്? അതിന്റെ ഉത്തരം അക്വേറിയമാണ്. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ശരീരത്തിൽ മുറിവേൽക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരം എന്താണ്? മുറിവിൽ കട്ട പിടിച്ച രക്തം നമ്മൾ നീക്കം ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ചാക്യാർ പുരുഷവേഷവും നങ്ങ്യാർ സ്ത്രീവേഷവും കെട്ടിയാടുന്ന കേരളത്തിന്റെ പരമ്പരാഗത നാടകാഭിനയ കലാരൂപം ഏതാണ്? കൂടിയാട്ടം. ഇനി അടുത്തത് ഇടിമിന്നൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയാണ്? പ്ലാസ്മ. ഇരപിടിയന്മാരായ പക്ഷികൾക്ക് അവയുടെ ആഹാര സമ്പാദനത്തിന് സഹായിക്കുന്ന അനുകൂലനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണെങ്കിലും നിങ്ങൾക്ക് എഴുതിയാൽ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസത്തിനെ വിളിക്കുന്ന പേരാണ് അമാവാസി അല്ലെങ്കിൽ കറുത്തവാവ് അല്ലെങ്കിൽ ന്യൂമൂൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? EVS-ലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകണം? ഗണിതത്തിലേക്ക് പോകണം, അതായത് മാത്സിലേക്ക് പോകണം. മാത്സിന്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചുറ്റളവ് എന്ന് പറയുന്നത് ചുറ്റുമുള്ള അളവാണ് അല്ലെ. അപ്പൊ ഇവിടെ തന്നിട്ടുണ്ട് 14 മീറ്റർ, ഇത് 16 മീറ്റർ, ഇത് 7 മീറ്റർ, ഇത് 8 മീറ്റർ. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇതും 7 മീറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ എത്രയായിരിക്കും? ഇത് 8 മീറ്റർ ആയിരിക്കും. എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് അതിന്റെ ചുറ്റളവ്. അതാണ് 60. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പൂന്തോട്ടത്തിന്റെ ചുറ്റിലും വേലി കെട്ടാനായിട്ട് 1 മീറ്റർ അകലത്തിൽ കമ്പുകൾ നടണം. എത്ര കമ്പുകൾ വേണ്ടി വരും? മൊത്തം 60 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? 60 കമ്പുകൾ വേണ്ടി വരും. ഇനി ചുറ്റിലും വേലി കെട്ടാനുള്ള ചെലവ് മീറ്ററിന് 100 രൂപയെങ്കിൽ ആകെ എത്ര രൂപ വേണ്ടി വരും? ഇൻറ്റു 100 ചെയ്താൽ മതി. ആൻസർ 6000 രൂപയാണ്. ഇനി മൂവന്തിപ്പാടം LP സ്കൂൾ കുട്ടികൾക്കായി 2 ദിവസത്തെ ക്യാമ്പ് ഉണ്ട്. ക്യാമ്പിൽ ഓരോ ദിവസത്തെയും ചെലവുകളും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ചെലവായെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഒന്ന് സം ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ക്യാമ്പിനായിട്ട് പഞ്ചായത്ത് ഒരു കുട്ടിക്ക് 40 രൂപ നിരക്കിൽ സാമ്പത്തിക സഹായം നൽകി. 102 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന് ആകെ അപ്പൊ എത്ര രൂപ കിട്ടും? ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി. ആൻസർ എത്രയാണ്? 4080 രൂപയാണ്. ഇനി പഞ്ചായത്ത് നൽകിയ ധനസഹായം കൂടാതെ ക്യാമ്പിനായിട്ട് സ്കൂൾ എത്ര രൂപ കൂടി ചെലവഴിച്ചു? അത് കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 5082 ആണ്. ഓക്കെ, ഇനി ക്യാമ്പിലെ കുട്ടികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ 825 രൂപയുടെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. 5 പേർ തുല്യമായി തുകയെടുത്താണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ അവരിൽ ഒരാൾ എത്ര രൂപ വീതം എടുത്തിട്ടുണ്ടാവും? ആൻസർ എന്ന് പറയുന്നത് 165 ആണ്. അപ്പൊ ആൻസേഴ്സ് മാത്രമാണ് മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ഓരോന്നും ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആൻസർ പറയുന്നത് ശരിയാണോ എന്ന് നോക്കുക കേട്ടോ. ഇനി ഒരു ചിത്രം തന്നിട്ടുണ്ട്. ചിത്രത്തിൽ എത്ര സമചതുരമുണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എത്രണ്ണമുണ്ട്? 6 എന്നാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 16ാമത്തെ ചോദ്യത്തില് ഈ സംഖ്യാ പാറ്റേണിന്റെ 10ാമത്തെ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 55 ആണ്. അതുപോലെ 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 8, 3, 6,
9. ഈ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും തുക എത്രയാണ്? രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. ഉത്തരം എന്ന് പറയുന്നത് 13,552 രൂപയാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മംഗലാപുരത്തു നിന്നും 6:25 ഒരു വന്ദേ ഭാരത് പുറപ്പെട്ടു. 15:05 തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു. തീവണ്ടി യാത്രയ്ക്ക് എടുത്ത സമയം എത്രയാണ്? 8 മണിക്കൂറും 40 മിനിറ്റുമാണ്. 30 ദിവസമുള്ള ഒരു മാസത്തെ 2ാം ശനിയാഴ്ച 8ാം തീയതി ആണെങ്കിൽ എത്ര ഞായറാഴ്ച ഉണ്ടായിരിക്കും? അതിന്റെ ഉത്തരം എന്താണ്? 5 ആണ് കറക്റ്റ് ആയിട്ട് വന്ന ഉത്തരം. എല്ലാത്തിന്റെ ഉത്തരം മിസ് അവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് വേഗം ക്ലാസ് കണ്ടിട്ട് ആൻസറിലേക്ക് പോവാട്ടോ. 121 ഒന്നുകളും 24 നൂറുകളും 189 പത്തുകളും 4 ആയിരങ്ങളും കൂടി ചേർന്ന സംഖ്യ എത്രയാണ്? 8411. അടുത്ത 21ാമത്തെ ചോദ്യം, 1 മുതൽ 25 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക 169 ആണ് എങ്കിൽ 3 മുതൽ 27 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 195 ആണ്. ഇനി 396 മാമ്പഴങ്ങൾ 9 പേർക്ക് നമ്മൾ തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര മാമ്പഴങ്ങൾ ലഭിക്കും? അതായിരുന്നു അടുത്ത ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 44 ആണ്. ഓക്കെ, ഇനി അടുത്തത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കേ, ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്. 3/4, 1/4, 1/2, 1/3. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ആ ഒരു ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മിസ് ഇവിടെ ഓർഡർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത്, രാജു ദിവസവും 6000 മീറ്റർ ദൂരം നടക്കാറുണ്ട് എങ്കിൽ ഫെബ്രുവരി 1 മുതൽ 7 വരെയുള്ള ദിവസങ്ങളിൽ അയാൾ ആകെ എത്ര കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും? ഇതായിരുന്നു ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് 42 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും ആൻസേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് അടിപൊളിയായിട്ട് ഇത്തവണത്തെ LSS നേടുമെന്ന ആ ഒരു കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ നിൽക്കുക കേട്ടോ. എല്ലാവരും എന്ത് ചെയ്യുക? എക്സാം എഴുതിയിട്ടുണ്ട് എന്നൊക്കെ മിസ്സിന് മനസ്സിലായി. എല്ലാവരും നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്ത് നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു ആൻസർ കീ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. മാക്സിമം എല്ലാവരോടും ഈ ഒരു ആൻസർ കീന്റെ കാര്യം പറയുക. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച് ഇനിയുള്ള ആനുവൽ എക്സാമിനും സെറ്റ് ആക്കുക, പവർ ആക്കുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.